നമസ്കാരം ശ്രീലേ. നമസ്തേ പ്രശാന്ത്. ശ്രീലേ, നമ്മുടെ ഈ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന RSS സഹയാത്രികൻ കൂടിയായ TG മോഹൻദാസിനെതിരെ ഇപ്പോൾ പോലീസ് കലാപ ആഹ്വാനത്തിന് കേസെടുത്തു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. CPIയുടെ നേതാവ്, യുവ നേതാവ് ജിസ്മോൻ നൽകിയ പരാതിയിലാണ് ഈ കേസെടുത്തിരിക്കുന്നതെന്നാണ് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്താണ് ഈ TG മോഹൻദാസ്, അഭിഭാഷകൻ കൂടിയായ TG മോഹൻദാസിനെതിരെ ഇങ്ങനെ ഒരു കേസെടുക്കാൻ കാരണം? ഈ പറയുന്ന പരാതിയിൽ പറയുന്ന ഈ കലാപാഹ്വാനം എന്ന ആരോപണത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? പ്രശാന്ത്, ഒന്നാമത്തെ കാര്യം, ഇപ്പൊ CPM-കാർക്കും പ്രത്യേകിച്ച് ഈ ആക്ടിവിസ്റ്റുകൾക്കും ഒന്നും യാതൊരു പണിയും ഇല്ലാതിരിക്കുന്ന ഒരു സമയമാണ്. CPM-കാർക്ക് പണിയില്ലാത്തത് കൊണ്ട് തന്നെ, ഈ സതീശന്റെ സർക്കാർ ആയതുകൊണ്ട് തന്നെ, കോൺഗ്രസിന്റെ സർക്കാർ വരുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റുന്നത് അവരെ സമ്മർദ്ദത്തിലാഴ്ത്തിയാൽ എന്ത് ചെയ്യിപ്പിക്കാമെന്നുള്ളതാണ്. കേരളത്തില് ഇത്രയും കാലം മിണ്ടാതിരുന്ന കുറെ സാംസ്കാരിക നായകന്മാർ അങ്ങ് അഴിഞ്ഞാടുകയാണ്. എന്നാൽ ആ സാംസ്കാരിക നായകന്മാർ അഴിഞ്ഞാടുമ്പോ നമുക്ക് മനസ്സിലാവുന്നത് കഴിഞ്ഞ 10 വർഷമായി വായടച്ചു പൂട്ടി ഇരുന്ന ആൾക്കാരാണ്. ലോകത്ത് കഴിഞ്ഞ 10 വർഷമായി ആർക്കും നീതി വേണ്ടായിരുന്നു, ആരും സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ നടത്തിയിട്ടില്ല കഴിഞ്ഞ 10 വർഷമായി. ഇപ്പോ ഏതെങ്കിലും തരത്തിൽ ആരെങ്കിലും വേണ്ടിയാൽ, പ്രത്യേകിച്ച് സംഘപരിവാർ അനുകൂലികളാണെങ്കിൽ അവരെ തീർക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി, അതായത് കേരളത്തിൽ സംഘപരിവാറിന് വലിയ രീതിയിൽ പ്രാധാന്യം വർദ്ധിക്കുന്നുണ്ട്, വലിയ രീതിയിൽ സംഘപരിവാറും BJPയും ഒക്കെ ഇവിടെ വളരുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ പരമാവധി ആൾക്കാരെ ഏതെങ്കിലും രീതിയിൽ കുരുക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്കറിയാം, സുഗതനെ കുരുക്കിയ കഥ നമുക്കറിയാം. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം അട്ടിമറിക്കാൻ വേണ്ടി സുഗതനെ വളരെ കൃത്യമായി തന്നെ കുരുക്കിയതാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അത് നിയമ നടപടികൾ നേരിട്ടെങ്കിൽ മാത്രമേ അതിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെയാണ് പലപ്പോഴും ഇപ്പോ ഈ CPM-കാർക്ക് അവർക്കൊന്ന് ലൈം ലൈറ്റിൽ നിൽക്കാനും, പല CPM-കാർക്കും അവരുടെ അവർ ഇത്രയും കാലം മിണ്ടാതിരുന്നു, പല CPM-കാരും ആക്ടിവിസ്റ്റുകളും ഒക്കെ ഇപ്പൊ ഓരോ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയാണ്. ഇപ്പോ കലാപാഹ്വാനത്തിന് കേസെടുത്തിരിക്കുന്നു. കലാപാഹ്വാനത്തിന് കേസെടുക്കുന്നത് എങ്ങനെയാണ്? ഒരു സംഭവം നടന്നുകൊണ്ടിരിക്കുന്നു, ആ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണോ TG ഇത് പറഞ്ഞത്? ഈ സമരങ്ങളെല്ലാം അവസാനിച്ചു കഴിഞ്ഞ് 1-2 ദിവസം കഴിഞ്ഞ ശേഷം മാത്രമാണ് TG ഈ അഭിപ്രായം പ്രകടിപ്പിച്ചത്. അത് TG പറഞ്ഞത് എന്താണ്? അങ്ങനെ ചെയ്യണമായിരുന്നു എന്ന് പോലുമല്ല, ഞാൻ ആയിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തേനെ. അതായത് തികച്ചും ഹിപ്പോത്തറ്റിക്കലായ ഒരു സിറ്റുവേഷനെ കുറിച്ച് TG പറഞ്ഞു. അത് മാത്രമാണ് അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോ തീർച്ചയായിട്ടും ഇത് സ്ത്രീ വിരുദ്ധ പരാമർശമാണ്, അല്ലെങ്കിൽ സ്ത്രീകളെ മോശക്കാരാക്കി ചിത്രീകരിക്കുന്നതാണ്, അങ്ങനെയാണ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നു. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള പല പരാമർശങ്ങളും ഉണ്ടായപ്പോൾ കേരളത്തിലെ ഇടത് സർക്കാർ ഏതെങ്കിലും തരത്തിലുള്ള പരാതി എടുത്തിരുന്നോ? അതായത് 33% വരുന്ന കേരളത്തിലെ 33% വരുന്ന ജനങ്ങൾ വോട്ട് ചെയ്ത, അതായത് BJPക്ക് വോട്ട് ചെയ്ത ജനങ്ങളെ ഒന്നാകെ വെടിവെച്ച് കൊല്ലണമെന്ന് ദീപ നിശാന്ത് പറഞ്ഞിട്ടില്ലേ? എന്താണ് അന്നോ കേസെടുക്കാതിരുന്നത്? അത്തരത്തിൽ പലതരത്തിലും പല പരാമർശങ്ങളും പലരുടെ ഭാഗത്തു നിന്നും കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തുണ്ടായിട്ടുണ്ട്. അപ്പൊ ഇടതുപക്ഷം അവർ ഭരണത്തിലിരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുകയും അന്നൊന്നും പരാതിയില്ലാതിരിക്കുകയും ഭരണപക്ഷത്ത്, കാരണം പ്രത്യേകിച്ച് ഇപ്പൊ പണിയില്ലാത്തത് കൊണ്ട് ഇങ്ങനെ മൈക്കിന് മുന്നിൽ വരാൻ ഇവർക്ക് ഇതേ മാർഗമുള്ളൂ, എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് 24 മണിക്കൂറും മൈക്കിന്റെ മുന്നിൽ വരാൻ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുക, ആക്ടിവിസ്റ്റുകളുടെ അസ്വസ്ഥത പ്രകടമാക്കുക, ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഈ കഴിഞ്ഞ ഈ കലാപ സമയത്ത് തന്നെ, അതായത് കലാപമല്ല, അത് യഥാർത്ഥത്തിൽ ഒരു സമരം നടക്കുമ്പോൾ തന്നെ അവിടെ അടിയും പിടിയും വഴക്കും ഉണ്ടാകുമ്പോൾ അത് കലാപത്തിലേക്ക് എത്തണം എന്ന ലക്ഷ്യത്തോടു കൂടി പണിയെടുത്തത് കേരളത്തിലെ ആക്ടിവിസ്റ്റുകളല്ലേ? കേരളത്തിൽ എത്ര ആക്ടിവിസ്റ്റുകളാണ് അവിടെ പോയി നിന്ന് യൂട്യൂബിൽ ഇല്ലാ കഥകൾ പ്രചരിപ്പിച്ചത്? ഏതൊരു സിറ്റുവേഷനിലും, ഏത് സമരമാണെങ്കിലും ഏത് പ്രശ്നമാണെങ്കിലും ആ സമയം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ആളിക്കത്തിക്കാൻ ശ്രമം നടത്തുന്നതാണ് കലാപാഹ്വാനം. ഈ കേരളത്തിൽ ഇപ്പോ എല്ലാവരും തലയിലേറ്റിക്കൊണ്ട് നടക്കുന്ന ഒരു ആങ്കർ ഉണ്ട്. ഇത്രയും കാലം ആ ആങ്കറിനെ കുറിച്ച് എല്ലാവരും മോശം അഭിപ്രായം പറഞ്ഞിരുന്ന ആളാണ്. വ്യക്തിപരമായി അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും അവരെ കൗണ്ടർ ചെയ്തിരുന്ന ആളാണ്. ഇപ്പൊ അവരൊരു സമരത്തിൽ പങ്കെടുത്തപ്പോ ഇപ്പൊ സ്വാതന്ത്ര്യ സമര നായികയെക്കാട്ടിൽ വലിയ ആനുകൂല്യങ്ങളൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട് സമൂഹ മാധ്യമങ്ങളിൽ നിന്നുമൊക്കെ. ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ ഒന്ന് ആലോചിച്ച് നോക്കും, ഒരു അഭിപ്രായം പറഞ്ഞതിന്റെ പേരിൽ പേളിമാണിക്ക് ഇത് കിട്ടുന്നില്ല. അവിടെയാണ് വ്യത്യാസം വരുന്നത്. നരേന്ദ്രമോദിയെ കൊല്ലുമെന്ന് പറഞ്ഞ, വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞൊരു സ്ത്രീ ഇവിടെയുണ്ട്, അവർക്കെതിരെ പരാതി എടുത്തോ? ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വെടിവെച്ച് കൊല്ലുമെന്ന് ഈ സമരം നടക്കുന്ന സമയത്ത് തന്നെ, ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് തന്നെ, അതല്ലേ കലാപാഹ്വാനം? ഒരു യൂട്യൂബർ, ആ യൂട്യൂബറിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ട്, പരാതി എടുത്തു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു യൂട്യൂബർ പോലീസുകാരെ ആക്രമിക്കണം എന്ന് പറഞ്ഞ ഒരു യൂട്യൂബർ പരാതി എടുത്തോ?
അപ്പൊ കലാപാഹ്വാനം എന്ന് പറയുന്നത് അതിനുശേഷം രഞ്ജിനി ഹരിദാസ് അവിടെ പോയിട്ട് തിരിച്ചു വന്ന് കാണിച്ച് കൂട്ടിയ കോപ്രായങ്ങൾ എന്തായിരുന്നു? രഞ്ജിനി ഹരിദാസ് അതിൽ ശരിക്കും കലാപാഹ്വാനമാണ് നടത്തുന്നത്. അതായത് രഞ്ജിനി ഹരിദാസ് ആ വീഡിയോയിൽ പറയുന്നത് എന്താണ്? ആ വീഡിയോയിൽ വളരെ കൃത്യമായി രഞ്ജിനി ഹരിദാസ് പറയുന്നു, അവിടെ കലാപം ഉണ്ടാക്കുന്ന അവിടെ വന്ന സമരക്കാരെ മുഴുവൻ പൂട്ടിയിട്ടു, ബാരിക്കേഡ് സൃഷ്ടിച്ചു. അവിടെ ബാരിക്കേഡ് ഉണ്ടാകുന്നേ, ഏത് സമരത്തിലും പോലീസ് ബാരിക്കേഡ് തീർക്കില്ലേ? അതൊക്കെ ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇൻസ്റ്റാഗ്രാം മാത്രം തോണ്ടിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ഒറ്റ കാര്യം മതി. ഇപ്പൊ വിസ്മയ മോഹൻലാൽ അടക്കമുള്ളവർ ഈ ഇൻസ്റ്റാഗ്രാം തോണ്ടിയല്ലേ അഭിപ്രായം പറഞ്ഞത്. അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തതയോടുകൂടിയല്ലല്ലോ അഭിപ്രായം പറഞ്ഞത്. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് അഭിജിത്ത് ദീപ്ത തന്നെ പറഞ്ഞിട്ടുണ്ട്, സമരക്കാരല്ലാത്തവരും അതിനകത്ത് ഉണ്ടായിരുന്നു എന്ന് അവർ തന്നെ പറഞ്ഞിട്ടില്ലേ? ഇപ്പോ നമ്മൾ മനസ്സിലാക്കുന്നത് 23 നുഴഞ്ഞു കയറിയിട്ടുണ്ട്. 23 പേരെ ഗൾഫിൽ നിന്ന്, ഖത്തറിൽ നിന്ന് ഒരാൾ അയച്ചിരിക്കുന്നു. അയാൾ കടം കയറി മുടിഞ്ഞിരിക്കുന്ന ഒരാളാണ്. അയാൾ കറക്റ്റ് ആയിട്ടും അയാൾ ചെക്ക് കേസിലടക്കം പ്രതിയായിട്ടുള്ള ഒരാളാണ്. അയാൾ 23 പേരെ ചെലവും കൊടുത്ത് എങ്ങനെയാണ് ഈ സമരത്തിനിടയ്ക്കത്തേക്ക് അയച്ചേക്കുന്നത്? അതുപോലെ സൊമാറ്റോയിൽ ഫുഡ് ഓർഡർ ചെയ്ത ഒരാൾ, അയാളെ സംബന്ധിച്ച് അയാൾ കട നടത്തുന്ന സാധാരണക്കാരനായ ഒരാളാണ്. അയാൾ എങ്ങനെയാണ് ഇത്രയും ഫുഡ് ഓർഡർ ചെയ്തത്? ഇതിലൊക്കെ ഇതിന്റെ വിധ്വംസക ശക്തികൾ ഇതിന്റെ ഉള്ളിലുണ്ട് എന്ന് വ്യക്തമായും കൃത്യമായും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കലാപാഹ്വാനം നടത്തിയിട്ടുള്ള രഞ്ജിനി ഹരിദാസിനെ പോലുള്ളവരാണ്. രഞ്ജിനി ഹരിദാസ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, 12 വയസ്സുള്ള ഒരു കുട്ടിയുടെ തലയടിച്ചു പൊട്ടിച്ചു. ഈ ഒന്നും അറിയാത്ത ബുദ്ധിയും ബോധവും ഇല്ലാത്ത കുട്ടികൾ, ആ കുട്ടികൾ ഇത് കേട്ടാൽ മതി. സത്യത്തിൽ രാഷ്ട്രീയ ബോധ്യമില്ലാത്ത മറ്റു ബോധ്യങ്ങളൊക്കെ അവർക്ക് കാണും. മറ്റെല്ലാ ബോധ്യത്തിലും നമ്മുടെ തലമുറയെക്കാൾ എല്ലാ ബോധ്യത്തിലും അവർ മുന്നിലാണ്. പക്ഷെ രാഷ്ട്രീയ ബോധം, സാമൂഹ്യ ബോധത്തിൽ പുറകിലാണ് ഈ കുട്ടികൾ പലപ്പോഴും. ഇപ്പൊ ഒരു നീറ്റ് എക്സാം ഉണ്ടായി, കുറച്ചുപേർ അവിടെ സമരം ചെയ്യാൻ വന്നു. നീറ്റിന്റെ വിഷയം ന്യായമാണ്, പക്ഷെ അപ്പോഴും പ്രശ്നം തീർന്ന ശേഷമാണ് അവർ സമരത്തിന് ഇറങ്ങിയത്. അത് വളരെ കൃത്യമായി തന്നെ സർക്കാർ അതിനെ അഡ്രസ് ചെയ്ത് റീപരീക്ഷ നടത്തി, നീറ്റ് നടത്തി, ആ എക്സാം കഴിഞ്ഞു. അതിനുശേഷമാണ് ഇവർ സമരത്തിന് ഇറങ്ങിയത്. അപ്പൊ ഇവരെ ടൂളാക്കുകയായിരുന്നു എന്ന് നമുക്ക് വ്യക്തമായും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഒരു കലാപം നടക്കുന്നു, അല്ലെ ഒരു പ്രശ്നം നടക്കുന്ന സമയത്തല്ല TG മോഹൻദാസ് അത് പറഞ്ഞത്. പിന്നെ എങ്ങനെയാണ് TG മോഹൻദാസിനെതിരെ കലാപാഹ്വാനത്തിന് കേസെടുക്കാൻ കഴിയുക? TG മോഹൻദാസ് ഒരു അഭിഭാഷകനാണ്, അദ്ദേഹത്തിന് അതിന്റെ ലൂപ്പ് ഹോളൊക്കെ അറിയാം, അദ്ദേഹത്തിന് എന്ത് പറയാമെന്നും അറിയാം, അദ്ദേഹം അത് നിയമപരമായി കൈകാര്യം ചെയ്തോളൂ. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ടത്, കുറച്ച് ആൾക്കാർ ഫേസ്ബുക്കിൽ എഴുതിയാൽ പേടിച്ചു പോകുന്ന ഒരു പൂക്കി മുഖ്യമന്ത്രി, ആലോചിച്ച് നോക്ക്. ആരെങ്കിലും ഫേസ്ബുക്കിൽ എഴുതിയാൽ, അല്ലെങ്കിൽ നിയമപരമല്ലാത്ത ഒരു കാര്യമാണെങ്കിൽ പോലും കേസെടുത്തോളാൻ പറയുന്ന മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയെ കുറിച്ച് എനിക്ക് ഇങ്ങനെ ആയിരുന്നില്ല ധാരണ. എന്തെങ്കിലും കേട്ടാൽ ഉടൻ ചാടി കേസെടുക്കുക. ആരെങ്കിലും 4 സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന കുറച്ച് ആൾക്കാർ, എവിടെയെങ്കിലും ഒക്കെ ഇരുന്ന സോഷ്യൽ മീഡിയയിൽ എഴുതുന്ന അരാജകത്വം വിളകുന്ന കുറച്ച് ആൾക്കാർ സോഷ്യൽ മീഡിയയിൽ എഴുതിയാൽ ഉടനെ അങ്ങ് പരാതി എടുക്കുക. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഇപ്പോ വരുന്നുണ്ടല്ലോ, കേസെടുക്കാത്തത് എന്താ? സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയെന്ന്. മരുമക്കളെ പഠിപ്പിച്ചു കൊടുക്കണം, അതായത് വീട്ടിൽ വരുന്ന അമ്മായിയമ്മമാർ മരുമക്കളെ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറയുന്നത് അത് സ്ത്രീവിരുദ്ധ പരാമർശം അല്ലേ? പലരും എഴുതുന്നുണ്ട്, എന്താ കേസെടുക്കാത്ത? സ്ത്രീവിരുദ്ധ പരാമർശമാണെങ്കിൽ. അപ്പോ ഇവര് രണ്ടുപേരും ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുന്നു എന്ന് സുഗതന്റെ കാര്യത്തിൽ നമുക്ക് ബോധ്യമായതാണ്. സുഗതന്റെ കേസുമായി ബന്ധപ്പെട്ടാണെങ്കിലും സുഗതനെ ഒരു കാരണവശാലും നിയമപരമായി ശരിയല്ലാത്ത ഒരു കാര്യമാണ് സുഗതന്റെ കാര്യത്തിൽ നടന്നിട്ടുള്ളത്. കോടതിയൊക്കെ പിന്നീട് വന്ന് കോടതിയിൽ ഈ കാര്യങ്ങളൊക്കെ വന്ന് വിചാരണയൊക്കെ കഴിഞ്ഞ് എല്ലാം ആകുമ്പോൾ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇതിനകത്ത് ഒന്നുമില്ല എന്നുള്ളത്. ഇപ്പൊ തന്നെ ഈ പറയപ്പെടുന്ന കാപ്പ ചുമത്തി കാപ്പ ബോർഡിന് മുന്നിലേക്ക് എത്തുമ്പോൾ ആ ബോർഡും ഇന്ത്യ മുന്നണിയുടെ ആളായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇനി സുഗതന് ഡിവിഷൻ ബെഞ്ചിൽ പോയാൽ മാത്രമേ ഇനി ഇത് റിവ്യൂ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കേരളത്തിൽ ഒരു ഇന്ത്യ മുന്നണിയുണ്ട്. ഇന്ത്യ മുന്നണിയും ഇപ്പോ സംഘപരിവാർ സംഘടനകളും അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലികളെ ആക്രമിക്കുക എന്ന നിലപാടാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സംഘപരിവാർ ആണ് എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പോൾ കേസെടുക്കുകയാണ്. എന്തുകൊണ്ടാണ് ജാൻമണിദാസിനെതിരെ കേസെടുത്തു? ജാൻമണിദാസിനെ അറസ്റ്റ് ചെയ്തോ? പ്രധാനമന്ത്രിയുടെ അമ്മയെ, മരിച്ചുപോയ അമ്മയെ, അച്ഛനെ, അവരെയൊക്കെ ഇങ്ങനെ മോശം പറയാൻ ആരാണ് ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് വെള്ളവും മുളവും കൊടുക്കുന്നത്? രഞ്ജിനി ഹരിദാസ് ചെയ്യുന്നതിന്റെ ബാക്കിയാണ് അവർ ചെയ്തത്. രഞ്ജിനി ഹരിദാസ് ഇത്തരത്തിൽ കോപ്രായം കാണിക്കുമ്പോൾ അവരും വിചാരിച്ചു കോപ്രായം കാണിക്കാമെന്ന്. അത് തന്നെയാണ് ആ സ്ത്രീ ചെയ്തിട്ടുള്ളത്. ഇതിൽ നമുക്ക് നിരവധി കാര്യങ്ങൾ ഇത്തരത്തിൽ പല സമയങ്ങളിലും പലതരത്തിലുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അന്നൊന്നും അത് കേസാവുന്നില്ല. TG മോഹൻദാസ് പറയുമ്പോൾ മാത്രം അത് കേസാകുന്നു, അതും കലാപാഹ്വാനം എടുക്കുന്നു. കലാപാഹ്വാനം എടുക്കേണ്ട ഒരുപാട് കാര്യങ്ങളിലൂടെ ഉണ്ടെന്നേ. എത്രയോ വിഷയങ്ങൾ കലാപാഹ്വാനം എടുക്കേണ്ട വിഷയങ്ങളിൽ ഇവിടെ കേസെടുത്തിട്ടുണ്ടോ? അപ്പോ ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഘപരിവാർ സംഘടനകളെ വേട്ടയാടുകയാണ് എന്നുള്ളതാണ്. സംഘപരിവാറുമായി ബന്ധപ്പെട്ട എല്ലാ സംഘടനകളെയും വേട്ടയാടാനുള്ള ശ്രമമാണ്, വ്യക്തികളെ വേട്ടയാടാനുള്ള ശ്രമമാണ്. സംഘപരിവാറിന് അനുകൂലമായി അല്ലെങ്കിൽ ഏതെങ്കിലും വിഷയത്തിൽ സംഘപരിവാറിന് സത്യമാണെങ്കിൽ പോലും, സംഘപരിവാറിന്റെ ഭാഗത്ത് ന്യായവും നീതിയും ഉണ്ടെങ്കിൽ പോലും അത് പറയാൻ അനുവദിക്കുന്നില്ല എന്നുള്ളതാണ്. പേളിമാണി പറഞ്ഞത് എന്താ? ആരും ജീവൻ
കളഞ്ഞ് സമരം ചെയ്തത്, കലാപം നടത്തരുത് എന്ന് പറഞ്ഞ പേളിമാണിയെ ആക്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അൺഫോളോ ക്യാമ്പയിൻ ഇടുന്നു, ആക്രമിക്കുന്നു. എന്താണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്? ഇതല്ലേ ഫാസിസം? ഇവിടെ സംഘപരിവാർ സംഘടനകളാണോ ഫാസിസം നടപ്പാക്കുന്നത്? പേളിമാണിയെ നിരന്തരം ആക്രമിച്ചുകൊണ്ടിരിക്കുക. വഴിയിൽ ഇന്ന് വരെ നമ്മളാരും കാണാത്ത സംവിധായകരുടെ മക്കള്, അവരെ കുറിച്ചൊക്കെ ഇപ്പം നമ്മൾ കേൾക്കുന്നത്. ഇപ്പൊ പുതിയ ഒരു നടി വരാൻ പോകുന്നു, ഒരു നടന്റെ മകൾ നടി വരാൻ പോകുന്നു. ആ നടി, ഇവരൊക്കെ അങ്ങ് ഇറങ്ങുകയല്ലേ? ഇത്തരം വിഷയങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും ദിവസം മിണ്ടാതിരുന്ന ഈ സിനിമാ രംഗത്തു നിന്നുള്ള ഒരു ആക്ടിവിസ്റ്റുകളൊക്കെ എവിടുന്നാ വരുന്നത്? എങ്ങനെയാണ് ഇവരെ നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? കഴിഞ്ഞ 10 വർഷമായി ഇവരാരും ഇവിടെ ഉണ്ടായിരുന്നില്ലേ? എന്തെല്ലാം വിഷയങ്ങൾ കേരളത്തിലുണ്ടായി, ഹേമ കമ്മിറ്റി അടക്കം. ആ വിഷയങ്ങൾ ആരെങ്കിലും ഇവരുടെ പ്രതികരണം കണ്ടോ? ഹേമ കമ്മിറ്റി വിഷയത്തിൽ ആരോപണ വിധേയരായവരെ അമ്മയിൽ അവരോധിക്കാൻ നടക്കുന്ന സോഷ്യൽ മീഡിയയിലും മറ്റും ആക്ടിവിസ്റ്റുകൾ ചമയുന്ന ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. നമ്മളത് കണ്ടതല്ലേ, ആ ഓഡിയോ കേട്ടതല്ലേ? മാലാപാർവതി പറയുന്നു നിങ്ങൾ മാറി നിൽക്കരുത്, എല്ലാവരും വരണമെന്ന്. അപ്പൊ നിയമം ഒരാൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. നിയമം മറ്റൊരാളെ ഉപദ്രവിക്കാനും ദുരുപയോഗപ്പെടുത്താനുമുള്ളതല്ല. നിയമം എന്ന് പറയുന്നത് എല്ലാവർക്കും ബാധകമായ കാര്യമാണ്. എല്ലാവരെയും നിയമത്തിന്റെ കണ്ണിൽ ഒരേപോലെ കാണണം. അതിനുള്ള ശ്രമമാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ ആർക്കെങ്കിലും എതിരെ ഏതെങ്കിലും ഒക്കെ വകുപ്പിട്ട് കേസെടുക്കുക, ഇല്ലാത്ത കാര്യത്തിന് കേസെടുക്കുക എന്നുള്ളത് ശരിയായ നടപടിയല്ല. ഇതൊരു കലാപാഹ്വാനം എന്ന് പറയാൻ കഴിയില്ല. ഈ പ്രശ്നം കഴിഞ്ഞ ശേഷം നടത്തുന്ന ഒരു പ്രതികരണം, അതും ഞാനായിരുന്നെങ്കിൽ, അത് അദ്ദേഹത്തിന്റെ ആവിഷ്കാര സമയം, ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തേനെ. നമ്മൾ പലപ്പോഴും പറയാറില്ലേ, ഞാനായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തേനെ എന്ന്. അതെങ്ങനെയാ കലാപാഹ്വാനമാകുന്നത്? ടി ജി മോഹൻദാസിനെ കേട്ട് ആരെങ്കിലും കലാപത്തിൽ പോകുമോ ഇത് കേട്ടാൽ? അപ്പൊ ഇതിൽ വ്യക്തവും കൃത്യമായി അദ്ദേഹത്തെ ആക്രമിക്കാനുള്ള നടപടി. പിന്നെ മറ്റൊരു നറേറ്റീവ് ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ട്. RSS അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞു. അദ്ദേഹം RSSന്റെ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരാളല്ല. അതുകൊണ്ട് തന്നെ RSSന്റെ അഭിപ്രായമല്ല അതിപ്പോ നമ്മളൊക്കെ സംഘപരിവാർ സഹയാത്രികർ എന്ന് പറയുമ്പോൾ ഈ സംഘപരിവാർ സഹയാത്രികരായിട്ടുള്ള ആൾക്കാരെ നമുക്കിപ്പോ സംഘപരിവാർ സഹയാത്രികർ എന്ന ആൾക്കാരെ പറഞ്ഞാൽ അവർ ചിലപ്പോ ഒരു പക്ഷേ അവർ പറയുന്ന വ്യക്തിപരമായ കാര്യങ്ങൾക്ക് എങ്ങനെയാണ് RSSന് അതിന് ഉത്തരവാദിത്വം ഉണ്ടാവുക? അതിന് ഉത്തരവാദിത്വം ഇല്ല. ഇപ്പോ നമ്മൾ പറയുന്ന അഭിപ്രായങ്ങൾക്കൊന്നും അത് തന്നെ RSSും പറഞ്ഞിട്ടുള്ളൂ. ഇത് RSSന്റെ അഭിപ്രായമല്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അദ്ദേഹത്തെ ആരും തള്ളിപ്പറഞ്ഞിട്ടൊന്നുമില്ല. അത് ഓർത്തിട്ടാണ് ഡിവൈഎഫ്ഐക്കാരൊക്കെ അവിടെ പോയി ബഹളം ഉണ്ടാക്കുന്നതെന്ന് തോന്നുന്നു. ഡിവൈഎഫ്ഐക്കാരൊക്കെ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് മാർച്ച് നടത്തുന്നു. ഉടൻ തന്നെ സതീശൻ കിടുങ്ങിപ്പോയി. ഉടൻ തന്നെ സതീശൻ പരാതി എടുക്കുക. ഇതിൽ നിയമപരമായി എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന ഏതെങ്കിലും ഒരു അഭിഭാഷകരോടെങ്കിലും ചോദിച്ചിട്ട് വേണ്ടേ പരാതി എടുക്കാൻ? ഈ പരാതി എടുക്കുമ്പോൾ കുറച്ചുകാലം ബുദ്ധിമുട്ടിക്കാനൊക്കെ കഴിയും, പക്ഷെ ആത്യന്തികമായി ഒന്നും സംഭവിക്കില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. വളരെ ബാലിശമായ ഒരു നിലപാടിലേക്ക് സർക്കാർ പോയിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. എന്തായാലും ഇന്ത്യ മുന്നണിയാണ് കേരളം ഭരിക്കുന്നത്, കോൺഗ്രസ് അല്ലാതെ ഇന്ത്യ മുന്നണിയാണ് കേരളം ഭരിക്കുന്നതെന്ന് ഒന്നുകൂടി വ്യക്തമാവുകയാണ്. അതെ, അത് സുഗതൻ കേസ് കഴിഞ്ഞാൽ അടുത്തത് ഈ ടി ജി മോഹൻദാസിനെതിരെ കേസെടുത്തതിലൂടെ അത് കുറെ കൂടി വ്യക്തമാവുകയാണ്. എന്തായാലും ഇത് കോൺഗ്രസ് CPM ഒക്കെ ഒറ്റക്കെട്ടാണ് കേരളത്തിൽ എന്ന് തെളിയിക്കുന്നതാണ് ഈ സംഭവം. നമുക്ക് ടി ജി മോഹൻദാസിന്റെ മറുപടിയും അദ്ദേഹത്തിന്റെ ഈ വിഷയത്തിലുള്ള പ്രതികരണങ്ങൾ ഒന്നും വന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതുവരെ. അദ്ദേഹത്തിന് പറയാനുള്ളതും കൂടി നമുക്ക് കേൾക്കാം. എന്തായാലും ഈ രാജ്യത്ത് കോടതിയൊക്കെ ഉണ്ടല്ലോ, നിയമവാഴ്ചയുള്ള ഒരു രാജ്യമാണല്ലോ, അല്ലാതെ ഇവിടെ പോലീസ് രാജ് അല്ലല്ലോ നടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇന്നലെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു എന്ന രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുക, അദ്ദേഹത്തിനെ ബലം കണിച്ചുകൊണ്ട് പോകുന്ന തരത്തിൽ ഫോട്ടോ ഉണ്ടാക്കുക. അപ്പൊ അദ്ദേഹം തിരിച്ചു കേസ് കൊടുക്കേണ്ടതല്ലേ? അദ്ദേഹം തിരിച്ചു കേസ് കൊടുക്കേണ്ടതാണ്. അത് അദ്ദേഹം ചെയ്യുമെന്ന് നമുക്ക് കരുതാം. എന്തായാലും ഈ പറഞ്ഞതുപോലെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വിലയുള്ള ഒരു നാടാണ് ഭാരതം. പക്ഷെ അതിന് കൂച്ചുവിലങ്ങട ഈ പറഞ്ഞതുപോലെ കോൺഗ്രസും CPM-ഉം എല്ലാം ഒറ്റക്കെട്ടായി ഇന്ത്യ മുന്നണിയായിട്ട് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അവരുടെ പ്രധാന വേട്ട സംഘപരിവാറിന് നേരെയാണ് എന്ന് ഒരിക്കൽ കൂടി വ്യക്തമാകുകയാണ് ഈ സംഭവത്തിലൂടെ. സംഘപരിവാറിന്റെ ഔദ്യോഗിക വക്താവല്ലാത്ത, ഔദ്യോഗികമായ ഒരു ചുമതലയും വഹിക്കാത്ത സംഘപരിവാർ അനുകൂലിയായ ഒരാളിനെ പോലും ഇവർ എത്രമാത്രം ഭയപ്പെടുന്നു എന്നുള്ളതിന്റെ കൂടി, ഭയപ്പെടുന്നു, വെറുതെ വിടുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും ഒടുവിലത്തെ തെളിവാണ് ഈ സംഭവം. നന്ദി, നമസ്കാരം.